മുഖ്യമന്ത്രി പ്രഖ്യാപനം പ്രതീക്ഷിച്ച് കൗതുകത്തോടെ ഇരുന്നവർക്ക് മുഖ്യമന്ത്രിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. എന്തായാലും ആ ആകാംക്ഷയുടെ തുറയിലിരിക്കുന്ന മനുഷ്യർക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി മറ്റൊരു പ്രഖ്യാപനത്തിന്റെ വീഡിയോ നിങ്ങളെ അങ്ങ് സമർപ്പിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനെയും ഒരു സർക്കാരും അതിലൊരു മന്ത്രിയും അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രഖ്യാപനങ്ങളെ കുറിച്ചൊക്കെ ചിലർ ഇപ്പോൾ കേട്ടിട്ടുണ്ടാകില്ല. ആ കാലം മടങ്ങി വരുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന്റെ സമ്മർദ്ദത്തിൽ ഇരുന്നവർക്ക് ഒരു റിലാക്സേഷൻ ആകട്ടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇതേപോലത്തെ UDF-ലെ ഇത്തവണയും മന്ത്രിയാകാൻ പോകുന്ന വ്യക്തിയുടെ ഒരു പ്രഖ്യാപനം. മികച്ച നടി ന്യൂസിയ നസീം. എന്തോ എങ്ങനെ നസിയ നസീം, നസ്രിയ നസീം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ചിത്രകള് ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്. മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ. ആരാണ് അതിന് അക്ഷരം പഠിപ്പിച്ചേ? ഘോഷാൽ. ഗാനം വിജനതയിൽ പാതി വഴി തീരുന്നു. ഉടമായി തിരിച്ചു പറ. ചിത്രം ഹൗ ഓൾഡ് ആർ യു. മികച്ച ഗാനരചയിതാവ് OS ഉണ്ണികൃഷ്ണൻ. ഗാനം ഇത്ര പകലിനോട് ഒത്തുചേർന്നിടുമീ രാവെന്തേറെ കറുത്തുപോയി. അതാണ്. അറിയില്ല, നാക്കും പഠിക്കില്ല, അങ്ങോട്ട് മാറിയുന്നേ. മികച്ച സംഗീത സംവിധായകൻ രമേഷ് നാരായൺ. ആദിത്യ കിരണങ്ങൾ അഞ്ജനം എഴുതും. അതാണ് ഗാനം. ചിത്രം വൈറ്റ് ബോയ്സ്. മികച്ച സംവിധായകൻ ബിജിബാൽ. ശാസ്ത്രീയ സംഗീതം, പശ്ചാത്തല സംഗീതം. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. ചിത്രം വിവിധ ചിത്രങ്ങൾ. ഇതൊക്കെ എന്ത്? മികച്ച സ്വഭാവ നടൻ അനൂപ് മേനോൻ. 5000 രൂപയും ശില്പവും 50,000 രൂപയും ശില്പവും പ്രശസ്തി. UDF ആയതുകൊണ്ട് വിദ്യാഭ്യാസം കൂടുതലുള്ള മന്ത്രിമാരാണ്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായതുകൊണ്ട് തൊഴിലാളി പാർട്ടി ആയതുകൊണ്ട് വിദ്യാഭ്യാസം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം തറവാട്ടിൽ പറന്ന് വിദ്യാഭ്യാസം കൂടിയതിന്റെ പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള ന്യായീകരണങ്ങളായിരിക്കും ഇതിനെക്കുറിച്ച് വരിക. കാര്യം ഒരു പ്രത്യേക സമുദായവും അവർ തറവാട്ടിൽ പറന്നവരും കോൺഗ്രസിലും BJP-യിലും ആണെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഒരു കുറവുമല്ല. ഇതൊക്കെ വളരെ കൂടിയ യോഗ്യതകളാണ്. ഇങ്ങനെ ഉള്ളവരാണ് ഇനി നമ്മുടെ നാട് ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ ഉള്ളവരുടെ നാട് ഭരിക്കൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ ടെമ്പററി ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ട്രയൽ വേർഷൻ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇന്നത്തെ സമ്മർദ്ദത്തിന് ഒരു റിലാക്സ് വരുത്തിയിട്ട് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കസേരയ്ക്ക് വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അങ്ങ് ആലുവയിലും ഇങ്ങ് തിരുവനന്തപുരത്തൊക്കെ PR ടീമുകളെ ഇറക്കിയും ഒപ്പം തന്നെ നാടക ടീംസിനെയും ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ കലാകാരന്മാരെയൊക്കെ ഇറക്കിയുള്ളത് ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കട പൂട്ടാം. ബാക്കി നാളെ.